വയനാടും ചില രസകരമായ സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നു. വയനാട് താമരയ്ക്ക് വോട്ട് നൽകണമെന്ന് വോട്ടർമാരോട് അഭ്യർത്ഥിച്ച പോളിംഗ് ഉദ്യോഗസ്ഥയ്ക്കെതിരെ പരാതി വന്നിരിക്കുകയാണ്. മാനന്തവാടി നിയോജക മണ്ഡലം ചെറുകാട്ടൂർ സെയിന്റ് ജോസഫ് സ്കൂളിലെ 199 നമ്പർ ബൂത്തിലെ ബാലറ്റ് തേർഡ് പോളിംഗ് ഓഫീസർക്കെതിരെയാണ് ഈ പരാതി വന്നിട്ടുള്ളത്. പ്രതിഷേധം വന്നതോടെ റിട്ടേണിംഗ് ഓഫീസർ തൽസ്ഥാനത്ത് നിന്ന് ഉദ്യോഗസ്ഥയെ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ ചെറുകാട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ബൂത്തിലാണ്. ഇവിടെയുള്ള ഒരു പോളിംഗ് ഉദ്യോഗസ്ഥ വോട്ട് ചെയ്യാൻ വന്നവരോട് താമരയ്ക്ക് വോട്ട് ചെയ്യണമെന്ന് പരസ്യമായി പറഞ്ഞതായി ഒരാക്ഷേപമുണ്ട്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് ഇവിടെ പരാതിയുള്ള ആളുകളുണ്ട്. നമുക്ക് അവരുമായി സംസാരിക്കാം. എന്താണ് UDFന്റെ സ്ഥാനാർത്ഥി ശ്രീമതി ഉഷ വിജയന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഏജന്റാണ് പ്രദീപ് മാഷ്. ഇവിടെയുള്ള ഞങ്ങളുടെ പ്രവർത്തകർ ഒരു പരാതി ഉന്നയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ബൂത്ത് സന്ദർശിച്ചത്. അതായത് വയനാട്ടിലെ പനവരം പഞ്ചായത്തിലെ 199 നമ്പർ ബൂത്ത് ചെറുകാട്ടൂർ ബൂത്തിൽ ഉള്ള തേർഡ് പോളിംഗ് ഓഫീസറായിട്ടുള്ള ശ്രീമതി ജയലക്ഷ്മി വോട്ടർമാർ വരുന്ന സമയത്ത് അവരോട് സാഹചര്യം നോക്കി താമരയ്ക്ക് വോട്ട് ചെയ്യുക എന്നുള്ള രീതിയിലുള്ള ചില ആംഗ്യങ്ങൾ ആദ്യം കാണിക്കുകയും പിന്നീട് അതിനനുസരിച്ച് അവർക്ക് നേരിട്ട് താമരയ്ക്ക് വോട്ട് ചെയ്യൂ എന്നുള്ള രീതിയിൽ നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു എന്നുള്ള അത് ഞങ്ങളുടെ അവിടെ ഇരിക്കുന്ന ബൂത്തിൽ ഇരിക്കുന്ന ഏജന്റുമാർ അത് കൃത്യമായിട്ട് കാണുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഉടൻ ഞാനിവിടെ എത്തി അവരുമായിട്ട് പ്രിസൈഡിംഗ് ഓഫീസറുമായിട്ട് സംസാരിച്ചു. ഈ പറയുന്ന ജയലക്ഷ്മി എന്ന് പറയുന്ന തേർഡ് പോളിംഗ് ഓഫീസറുമായിട്ട് സംസാരിച്ചു. ആ സംസാരിച്ചതിൽ അവർ പറഞ്ഞ കാര്യം എനിക്കൊരു തെറ്റ് പറ്റിയതാണ്, മേലിൽ ആവർത്തിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സംഭവം ശരിക്കും പറഞ്ഞു തന്നെയാണ്. കൃത്യമായിട്ട് അവർ തന്നെ തെറ്റ് സമ്മതിച്ചിട്ടുണ്ട്. ആ വെബ്കാസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ, അതിൽ നോക്കിയാൽ തന്നെ അറിയാവുന്ന കാര്യമാണ്. ഞങ്ങൾ വളരെ സൗമ്യമായിട്ട് തന്നെ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരിക്കാൻ യോഗ്യതയില്ല, ഞങ്ങൾ പരാതിയുണ്ട്, ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഉടൻ ഇവിടെ നിന്നും നീക്കം ചെയ്യാനുള്ള നടപടിയിലേക്ക് ഞങ്ങൾ അതിനുള്ള പരാതി കൊടുക്കും എന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ തന്നെ റിട്ടേണിംഗ് ഓഫീസർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഉടൻ തന്നെ അവരെ മാറ്റി പകരക്കാരിയെ വെക്കാമെന്നുള്ള നിർദ്ദേശവും കിട്ടിയിട്ടുണ്ട്. ആദ്യം ഒരാളോട് പറഞ്ഞപ്പോൾ, ആദ്യം ഒരു വോട്ടറോട് പറഞ്ഞപ്പോൾ ഞങ്ങളെ പോളിംഗ് ഏജന്റ് അത് ഒബ്ജക്റ്റ് ചെയ്തു. നിങ്ങളങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞു. തുടർന്ന് വീണ്ടും നാലാമത്തെ പരസ്യമായി പറയുക തന്നെ ചെയ്തു താമരയ്ക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത്. ആദ്യം ഒരു മൂന്നാമത്തേൽ ചെയ്തോ എന്ന് പറഞ്ഞു. കാരണം അവരാണ് മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്നത്, ഈ ഉദ്യോഗസ്ഥയാണ്. പിന്നെ പരസ്യമായിട്ട് പറഞ്ഞു താമരയ്ക്ക് വോട്ട് ചെയ്യണമെന്ന്. അതെല്ലാം കൂടെ ഏജന്റുമാർ വേളം വെച്ചിട്ട് പരിപാടികൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. പിന്നെയാണ് ഞങ്ങൾ പ്രദീപ് മാഷ് വന്നു, ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ പരാതി കൊടുത്തപ്പോൾ അവരെ മാറ്റാനുള്ള സംവിധാനങ്ങളായിട്ടുണ്ട്. അപ്പോൾ മാറ്റം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മാറ്റം ഇവിടെ പകരം ആൾ വന്നു എന്ന് കേൾക്കുന്നു. ഞങ്ങൾ ഇപ്പോഴേ തന്നെ ഉടൻ തന്നെ മാറ്റിയിട്ടുണ്ടാവും. കാരണം അത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള റിട്ടേണിംഗ് ഓഫീസർ അതിന് സഡൻ ആക്ഷൻ എടുത്തിട്ടുണ്ട്. തീർച്ചയായും ഉത്തരവാദപ്പെട്ട ഒരു ഉദ്യോഗസ്ഥക്കെതിരെയാണ് ഇത്തരത്തിലുള്ള ഒരു പരാതി. എന്തായാലും അതിന് വേണ്ട നടപടികൾ എടുക്കുമെന്ന് തന്നെയാണ് ഇതിന്റെ ഉദ്യോഗസ്ഥർ പറഞ്ഞതെന്നാണ് നമ്മൾ അറിയുന്നത്. വയനാട്ടിൽ നിന്നും ജയരാജ് ബത്തേരി, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.